ക്വസ്റ്റ്യൻ നമ്പർ 27 പോവാം. അവിടെ 3 പോയിന്റ്സുകൾ, 3 പോയിന്റ്സ്, ഒറിജിൻ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എയും ബിയും പോസിറ്റീവാണ്, ആർ ഓൺ ദ പരാബോള y ഈക്വൽ ടു എക്സ് സ്ക്വയർ. നമുക്ക് ആ സിറ്റുവേഷൻ ഒന്ന് വരച്ചു നോക്കാം. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ് പരാബോള. y ഈക്വൽ ടു എക്സ് സ്ക്വയറിൽ ഒറിജിൻ ഒരു പോയിന്റ് ആണ് O 0 0, P ഒരു പോയിന്റ് ആണ് A, A സ്ക്വയർ, Q ഒരു പോയിന്റ് ആണ് മൈനസ് ബിയുടെ സ്ക്വയർ. അതെ, Q ആണ് മൈനസ് ബി. ഓക്കെ. S1 be the area of the region bounded by the line PQ. S1 is the area of the region bounded by the line PQ. O PQ ബൗണ്ട് ചെയ്യുന്ന ഏരിയ. അപ്പം എന്ത് വരും? ഇത്രയും വരും ഏരിയ. അതായത് ഇവിടെ മൈനസ് ബി മുതൽ എ വരെയായിരിക്കും അതുണ്ടാവുക. അതാണ് S1 be the area of the region bounded by the line PQ and the parabola, and S2 be the area of the triangle of PQ. And the പരാബോളയാണ്. അപ്പോൾ ആദ്യത്തെ ഏരിയയിൽ അത് കാണാൻ അത് വേണ്ടി വരുമെങ്കിലും നമുക്കത് നേരത്തെ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ചെയ്യാം. പരാബോളയ്ക്കകത്ത് ഒറിജിൻ ദറ്റ് ഈസ് O, പോയിന്റ് P A, A സ്ക്വയർ, പോയിന്റ് Q മൈനസ് B, B സ്ക്വയർ. This is what is PQ. Okay. This area, this total area including between parabola and yes, that is what is S1. S1 എന്ന് പറയുന്നത് ഷെയ്ഡഡ് ഏരിയ. S1 നമുക്ക് ഷെയ്ഡഡ് ഏരിയ. S2 എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ. This is area of the triangle S2. S2 equal to area of triangle of PQ. S2 നമുക്ക് കണ്ടുപിടിക്കാം. കോർഡിനേറ്റ് ഉണ്ടല്ലോ. 0 0 1 A സ്ക്വയർ 1 മൈനസ് ബി സ്ക്വയർ 1. ഹാഫ് കൂടി വേണം. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കേണ്ടത്. ഹാഫ് ഇൻറ്റു സിംപ്ലിഫൈ ചെയ്താൽ what you get is half into ഫസ്റ്റ് റോ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് AB സ്ക്വയർ പ്ലസ് A സ്ക്വയർ ബി, AB സ്ക്വയർ പ്ലസ് A സ്ക്വയർ ബി. ഇതേതായാലും അവിടെ ലഭിച്ചിരിക്കുന്നുണ്ട്. ഇനി S1 എന്ന് പറയുന്ന ഏരിയയാണ് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരും. S1 ഏരിയ എങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരും? ഏരിയ ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് പരാബോള എന്ന് പറയുമ്പോൾ ലൈൻ സബ്റ്റൻഡിന്റെ ഏരിയ മൈനസ് പരാബോള ഉണ്ടാക്കുന്ന ഏരിയ. S1 എന്ന് പറയുന്നത് S2 ആണ്. അല്ല, S1 is the area made by line PQ and x-axis minus area made by parabola and x-axis. ആ ഡിഫറൻസ് ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ അവിടെ പി ക്യൂവിൻ്റെ ഇക്വേഷൻ ആവശ്യം വരും, പി ക്യു സബ്റ്റൻഡ് ചെയ്യുന്ന ഏരിയ കാണാൻ. അപ്പോൾ നമുക്ക് പി ക്യൂവിൻ്റെ ഇക്വേഷൻ ഒന്ന് കണ്ടുപിടിക്കാം. പി എന്ന് പറയുന്നത് എ സ്ക്വയറും ക്യൂ എന്ന് പറയുന്നത് മൈനസ് ബി സ്ക്വയർ ആയ സ്ഥിതിക്ക് ഇക്വേഷൻ ഓഫ് പി ക്യു ഈസ് y മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു
y1 മൈനസ് y2 ഡിവൈഡഡ് ബൈ x1 മൈനസ് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ഓർ b സ്ക്വയർ മൈനസ് a സ്ക്വയർ ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് b പ്ലസ് a എന്ന് വരും ഇൻറ്റു x മൈനസ് a. Anyhow, on simplification, you can have y equal to a minus b into x minus a into a minus b. Not like that way. It is a square. Common factor multiply in the samayathu that will be a minus b into x plus ab. The other terms will be cancelled. Plus ab. A minus b all into x plus ab. This is y. Therefore, s1. What is s1? You can have integral minus a to minus b to a. This one. A minus b into x plus ab dx. പിന്നെ പരാബോള ഉണ്ടാക്കുന്നത് മൈനസ് ഇൻ്റഗ്രൽ മൈനസ് ബി ടു എ എക്സ് സ്ക്വയർ എന്നായിരിക്കുമല്ലോ. y equal to x square, yeah, y dx, that is x square dx. ഇതാണ് ഏരിയ വരിക S1. ഇത് നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഞാൻ ആൽജബ്രിക് സിംപ്ലിഫിക്കേഷൻ ഒഴിവാക്കണം. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി എഴുതാമല്ലോ നമുക്ക്. a മൈനസ് ബി ഓൾ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ടു ഇൻ ദ ലിമിറ്റ് മൈനസ് ബി ടു എ പ്ലസ് എ ബി എക്സ് ഇൻ ദ ലിമിറ്റ് മൈനസ് ബി ടു എ minus x cube by 3 in the limit minus b to a. ഇങ്ങനെ വരും. And that is on simplification. S1 simplify ചെയ്യുമ്പോൾ what you get is a minus b whole square into a plus b all divided by 2 plus ab into a plus b minus of a cube plus b cube all divided by 3. ഇതാണ് S1. സോ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഈ രണ്ട് ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ S1 by S2 സിംപ്ലിഫൈ ചെയ്യണം. സോ ദിസ് ഈസ് വാട്ട് ഈസ് S1. This is S1 and S2 is already obtained as half into AB square plus A square B. So you are asked to find out S1 by S2. So S1 by S2 ഇത് രണ്ടും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ the last expression will be on simplification. It is a square plus b square plus 2ab all divided by 3ab. ഇങ്ങനെ വരും. That is equal to 1 by 3 into this is a plus b whole square or no split ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? a by b plus b by a plus 2. ഇതാണ് S1 by S2. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ മിനിമം വാല്യൂ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. മിനിമം വാല്യൂ ആയിട്ട് എടുക്കണം. മിനിമം വാല്യൂ എടുക്കണമെങ്കിൽ ദ മിനിമം ഇതിൻ്റെ മിനിമം ഹാസ് മിനിമം 2 ആണ്. അതെങ്ങനെയാ? എ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി എം. എ ബൈ ബി പ്ലസ് b by a by 2 greater than or equal to 1. am greater than or equal to gm. So minimum value 2. a by b plus b by a greater than or equal to 2. 2 കൊടുക്കുമ്പോൾ മിനിമം S1 by S2. ഇതിന് 2 കൊടുക്കുമ്പോൾ 4 by 3. Yeah, m by n equal to 4 by 3. Then what is m plus n? Therefore m plus n equal to 4 plus 3 is equal to 7. അവിടെ പ്രോസസ് ഈസ് വെരി സിമ്പിൾ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ ഈ ന്യൂമറിക്കൽ ആൽജിബ്രിക് കാൽക്കുലേഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ഇവിടെയാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. ആദ്യം എ കൊടുക്കണം, മൈനസ് ബി ആണ് കൊടുക്കേണ്ടത്. ഈ S1 ആൽജിബ്രിക് സിംപ്ലിഫിക്കേഷന് ശേഷം ഇങ്ങനെ വരും. S2 നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കോമൺ ഫാക്ടർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab by 3ab ആണ് കിട്ടുക. പക്ഷെ അത് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിലാക്കുമ്പോൾ അത് കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം 3ab ആണ് ഡിനോമിനേറ്ററിൽ. അതുകൊണ്ട് ഓരോ ഡിനോമിനേറ്ററിൽ എഴുതുമ്പോൾ 3 ടേമായ എ ബൈ ബി പ്ലസ് ബി ബൈ എ പ്ലസ് 2. അപ്പോഴാണ് നമുക്ക് എ ബൈ ബി പ്ലസ് ബി ബൈ യുടെ മിനിമം ആണ് കാണേണ്ടത്.
അത് കണ്ടാലേ നമുക്ക് S1/S2 മിനിമത്തുള്ളൂ. അപ്പോൾ അത് കാണുമ്പോൾ AM > GM ഉപയോഗിച്ചാൽ അതിൻ്റെ മിനിമം വാല്യൂ 2 ആണെന്ന് വരും. അങ്ങനെ നമുക്ക് S1/S2 മിനിമം വാല്യൂ 2 + 2/3, ദാറ്റ് ഈസ് മിനിമം വാല്യൂ ഇസ് 4/3. GCD 1 ആണ്, 4 × 3 റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പോൾ 4 ആണ് M, N ആണ് 3. നമുക്ക് വേണ്ടത് M+N 7 എന്ന് കിട്ടുന്നു. പ്രോബ്ലത്തിൻ്റെ ആൻസർ 7 എന്ന് പറയുന്ന ഇൻറ്റീജർ ആണ് ലഭിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ അപ്ലിക്കേഷനിൽ വരുന്നൊരു പ്രോബ്ലമാണ്. അതിനകത്ത് നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഉപയോഗിക്കുമ്പോൾ ട്രയാങ്കിളിൻ്റെ ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് x1y1 1, x2y2 1, x3y3 1. അതിൻ്റെ മോഡുലസ് വാല്യൂ വേണം, പോസിറ്റീവായിട്ട് ഏരിയ എടുക്കുള്ളൂ. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആ ട്രയാങ്കിളിൻ്റെ ഫോർമുല ഉപയോഗിക്കണം. ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് ഉപയോഗിക്കും. ഇൻ്റഗ്രേഷൻ റിസൾട്ട് ഇൻ്റഗ്രൽ A to B y dx എന്നാണ്. ഏരിയ ഓഫ് ദ കർവ് y = f(x) made by x-axis and ordinates at x = A and x = B. It's a direct question. So its answer is 7.